നമസ്കാരം. ആരെയും എന്തും ചെയ്യാം എന്ന് വിചാരിക്കുന്നത് ശരിയാണ്. മാധ്യമപ്രവർത്തകനെ ഏത് തരത്തിലും കൈകാര്യം ചെയ്ത് കളയാമെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ ഈ നാട്ടിൽ? അത് പോലീസുകാരാണെങ്കിലും വനം വകുപ്പാണെങ്കിലും ഏത് പ്രവൃത്തി ചെയ്യുന്ന സർക്കാരിൻ്റെ നക്കാപ്പിച്ച വാങ്ങുന്ന ഏമാന്മാരാണെങ്കിലും അങ്ങനെ ചെയ്യാൻ കരുത്തുള്ളവന്മാർ മാധ്യമപ്രവർത്തകരെ തൊടുന്നത് എന്തുകൊണ്ടാണ്? തെറ്റ് കണ്ടാൽ നിങ്ങൾക്ക് അവരെ ശിക്ഷിക്കാം. അല്ല, നിങ്ങൾക്ക് അവരോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യമാണെങ്കിൽ അത് തീർക്കേണ്ട ഇടമല്ല പോലീസ് സ്റ്റേഷനുകൾ എന്നുള്ള കാര്യം മറന്നു പോവുകയും ചെയ്യരുത്. ഇവിടെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഈ വനം വകുപ്പിന് നൽകിയ ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ. ആ വനം വകുപ്പിന് നൽകിയ പരാതിയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 24 ചാനലിലെ അതിരപ്പള്ളി റിപ്പോർട്ടറാണ് റൂബിൻ ലാലിനെ കസ്റ്റഡിയിൽ വളരെ ക്രൂരമായി മർദ്ദിച്ചിരിക്കുന്നു. മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്നു. ഇങ്ങനെയുള്ളൊരു പരാതി കിട്ടിയിട്ടുണ്ട്. കാട്ടുപന്നിയെ വണ്ടിയിടച്ച സംഭവത്തിൽ വനം വകുപ്പിൻ്റെ അനാസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ റോബിൻ നേരത്തെ തന്നെ ചില വാർത്തകളൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഈ കാട്ടുപന്നിയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി സ്ഥലത്ത് നിന്ന് മാറ്റുന്ന ആ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി റൂബിൻ ശ്രമിക്കുകയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അത് തടയുകയും ചെയ്യുന്നതിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന് കാണിച്ചുകൊണ്ട് വനം വകുപ്പ് കേസെടുക്കുക കൂടി ചെയ്തു. പോലീസിന് പരാതി നൽകുകയും ചെയ്തു. ആ പോലീസിൽ കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിൽ നിന്നും ഈ പോലീസ് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയത് രാത്രി മുഴുവൻ അടിവസ്ത്രത്തിൽ നിർത്തുകയാണ്, എന്നിട്ട് മർദ്ദിക്കുകയാണ്. ഇത് റൂബിൻ കോടതിയിൽ പറഞ്ഞ വാദങ്ങളാണ് ഞാനീ പറയുന്നത്. റോഡിൽ എറിഞ്ഞു പൊട്ടിക്കുകയാണ് ആ മൊബൈൽ ഫോൺ കണ്ണംകുഴി തോട്ടിലേക്ക് എറിഞ്ഞു എന്നാണ് റൂബിൻ പറയുന്നത് പോലും. ഫോണിൽ വനം വകുപ്പിനെതിരെയുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് റൂബിൻ്റെ വാദം. CI ആൻഡ്രിക് ഗ്രോമിക് തന്നെ മർദ്ദിച്ചുവെന്നും വച്ചക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയെന്നും റൂബിൻ പറയുന്നുണ്ട്. മാത്രമല്ല, നേരം വെളുക്കുന്നതുവരെ പോലീസ് തല്ലി എന്ന് തന്നെയാണ് റൂബിൻ്റെ വാദം. കഴിഞ്ഞ ദിവസം രാവിലെയാണ് അതിരപ്പള്ളിയിൽ വാഹനം പിടിച്ച് പരിക്കേറ്റ പന്നിയുടെ ദൃശ്യങ്ങൾ എടുക്കാൻ വേണ്ടി റൂബിൻ ലാൽ അവിടെ എത്തുന്നത്. വനം വകുപ്പുമായും വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ നൽകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ റൂബിൻ എന്ന് പറയപ്പെടുന്ന ജേർണലിസ്റ്റ്. നേരത്തെ തന്നെ വനം വകുപ്പ് കേസുകൾ എടുത്തിട്ടുണ്ട്. പോലീസും വനം വകുപ്പും ചേർന്ന തന്നോടുള്ള മുൻവൈരാഗ്യം തീർക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ റൂബിൻ്റെ പക്ഷം. പോലീസിൻ്റെ മുൻവൈരാഗ്യം തീർക്കാനുള്ള ഇടങ്ങളാണോ ഈ പോലീസ് സ്റ്റേഷനുകൾ എന്ന് പറയപ്പെടുന്നത്? റൂബിനെ മർദ്ദിച്ച് അവശനാക്കുക മാത്രമല്ല, റൂബിനെ അടിവസ്ത്രത്തിൽ നിന്ന് മർദ്ദിച്ച് അവശനാക്കേണ്ട എന്ത് തെറ്റാണ് റൂബിൻ ചെയ്തത്, അല്ലെങ്കിൽ റൂബിൻ ലാൽ ചെയ്തത് എന്ന് പറയേണ്ടി വരും പോലീസും ഈ വനം വകുപ്പും കാണിക്കുന്ന ആ അനാസ്ഥ ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? അവിടെ മുൻവൈരാഗ്യമെന്ന് ഇതിനു മുൻപും റൂബിൻ ലാൽ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന പലതരത്തിലുള്ള വാർത്തകൾ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അത്തരത്തിൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന അവർ അനാസ്ഥ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സർക്കാരിനും വനം വകുപ്പിനുമൊക്കെ ചിലപ്പോൾ തട്ടുകേടുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എന്ന് പറഞ്ഞ് ചെയ്തു കൂട്ടുന്ന അനാസ്ഥയെ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാനുള്ള ബാധ്യത എന്ന് പറയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനുണ്ട്. അത് ഒരു മാധ്യമപ്രവർത്തകൻ ചെയ്യുമ്പോൾ അതിലിങ്ങനെ വല്ലാതെ അരിശം കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല. പോലീസ് എന്ന് പറയപ്പെടുന്ന ഇവിടുത്തെ സദാചാരം നോക്കുവാനും ഇതുപോലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കുവാനും, ഹെൽമറ്റ് വയ്ക്കുന്നില്ല അവനെ പൊക്കിയെടുത്ത് അകത്താക്കുക എന്നത് മാത്രമായി മാറരുത്. നിന്നെയൊക്കെ ജനങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തി തല്ലുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്ന് മറന്നു പോകരുത് ഏത് പോലീസുകാരനും. കാരണം ഇവിടെ ഇപ്പോൾ പോലീസുകാരൻ ആകെ ചെയ്യാൻ കഴിയുന്നത് അവന് ഈ രാജ്യത്ത് സദാചാരം നടക്കുന്നുണ്ടോ, അനാശാസ്യ പ്രവർത്തനം നടക്കുന്നുണ്ടോ, ഇതൊക്കെ മാത്രം നോക്കിയാൽ മതിയോ? ഒരു മാധ്യമപ്രവർത്തകൻ അവൻ്റെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അവൻ ചെയ്യുന്ന ജോലിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ പോലീസുകാരന്മാരായിരുന്നാലും ഇനി വനപാലകരായിരുന്നാലും ശരി, ഇവനെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ട ആവശ്യമുണ്ട്. ഈ പോലീസുകാരെന്ന് പറയപ്പെടുന്നത് ജനങ്ങളുടെ സേവകരാകണം. വനപാലകരാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ്. വന്യജീവികളെ സംരക്ഷിക്കുക എന്നതിനപ്പുറം വന്യജീവികളെ കൊല്ലുക എന്നൊരു സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ടില്ലല്ലോ. അങ്ങനെ വന്യജീവികളെ സംരക്ഷിക്കുവാനുള്ള ബാധ്യതയുള്ള വനപാലകർ വനത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം ഒരു മാധ്യമപ്രവർത്തകൻ അവൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുമ്പോൾ അവനെ പൊക്കിയെടുത്ത് അകത്തിടുക, ലോക്കപ്പിലിടുക, ഒരു രാത്രി മുഴുവൻ, ഒരു രാവ് പകലാകുന്നത് വരെ അവനെ അതിനകത്തിട്ട് മർദ്ദിക്കുക, അടിവസ്ത്രം മാത്രം ധരിക്കാൻ സമ്മതിക്കുക. എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത്? ഇങ്ങനെയുള്ള പോലീസുകാരന്മാരെ സസ്പെൻഡ് ചെയ്യുക. മാത്രമല്ല, എൻറ്റയർ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഷെയിമാണ് നിങ്ങൾ. ഈ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ ഒരു പോലീസ് സംവിധാനമുള്ളത്. മറ്റുള്ളവൻ്റെ അടുക്കലേക്ക് എത്തി അവൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, അവൻ്റെ സദാചാരത്തെക്കുറിച്ചും അനാശാസ്യ പ്രവർത്തനങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിക്കുന്ന വൃത്തികെട്ട മനസ്സുള്ള വെറും മൂന്നാം കിടക്കാരന്മാരായി മാറുകയാണ് ഇവിടുത്തെ പോലീസുകാരന്മാരെന്ന് പറഞ്ഞാൽ. ഇവനെയൊക്കെ നിലയ്ക്ക് നിർത്തേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി മറ്റെന്തെങ്കിലും പണിക്ക് പോവുകയാണ് വേണ്ടത്. ഇവിടെ മാധ്യമപ്രവർത്തകൻ കാണിക്കുന്ന ഉത്തരവാദിത്വത്തെ സ്വന്തം ജോലി ചെയ്യുവാനുള്ള അവൻ്റെ ആജ്ഞാശക്തിയെയും
അതിനെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടത്തുന്ന, കുൽസിത പ്രവർത്തനം നടത്തുന്ന വനപാലകരാണെങ്കിലും തെമ്മാടിത്തരം കാണിക്കുന്ന ഇവിടുത്തെ പോലീസുകാരന്മാരാണെങ്കിലും അവനെയൊക്കെ നിലയ്ക്ക് നിർത്തിയതുണ്ട്. അവനെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ ആഭ്യന്തര വകുപ്പൊക്കെ ഒഴിഞ്ഞ് മറ്റെന്തെങ്കിലും പണിക്ക് പോവുക എന്നുള്ളതാണ്.